ഹലോ. ഇന്നച്ഛൻ തെങ്ങിൻ്റെ തടത്തിലൊക്കെ വെള്ളം പിടിക്കണ നേരത്തെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് നമ്മുടെ കട്ട പിടിച്ച സൈഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. കാരണം കുറേ ആയി നമ്മളിവിടെ അടിച്ച് തെളിച്ചൊന്ന് കഴുകിയിട്ട്. ഉണ്ണിയോളുള്ള കാരണം നമുക്കിവിടെ വെള്ളം ഒഴിച്ച് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെള്ളം കാണുമ്പോഴേക്കും ഉണ്ണിയോൾ ഓടി വരും. അപ്പം നമ്മൾ അധികം ഇവിടെ വെള്ളം ഒഴിക്കാറില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മളുടെ പിള്ളേർ നല്ല അടുക്കൊതുക്കുള്ള പിള്ളേരായ കാരണം വെള്ളം കാണുമ്പോൾ ഓടി വരികയേ ചെയ്യില്ല. ഇപ്പം തന്നെ ഞങ്ങൾ ഒരു സൈഡിൽ അടിച്ച് വാരിക്കൊണ്ടിരിക്കുമ്പോൾ അവരവിടെ ഊസ് പൊക്കിയിട്ടുള്ള കളിയായി. ഓരോരുത്തരുടെ മേൽക്കൊക്കെ വെള്ളമായി തുടങ്ങി. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചോട്ടെ എന്ന് ഞങ്ങളും കരുതിയിട്ടോ. എനിക്കിഷ്ടമാണ് ഈ വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടി. പിന്നെ എൻ്റെ മക്കൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ കുറച്ചൊക്കെ. അമ്മയുടെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടണമല്ലോ മക്കൾക്ക്. കളിച്ച് കളിച്ച് ഓരോരുത്തർ വെള്ളത്തിൽ വീണു തുടങ്ങി. അത് കഴിഞ്ഞ് അച്ഛൻ കാറുമ്മലൊക്കെ ഒന്ന് വെള്ളമാക്കി കേട്ടോ. കാറൊന്ന് വൃത്തിയായിക്കോട്ടെ കരുതിയിട്ട്. പിന്നെ അച്ഛൻ്റെ വണ്ടിയും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫുള്ള് വെള്ളം കളിയില്ല. അപ്പം അച്ഛൻ്റെ വണ്ടിയും കൂടി ഒന്ന് വൃത്തിയാക്കാൻ കരുതി അച്ഛനും തേച്ചൊരക്കുന്നുണ്ട് കേട്ടോ വണ്ടിയൊക്കെ. അങ്ങനെ നീണ്ട നേരത്തെ വെള്ളത്തിൽ കളി കഴിഞ്ഞിട്ട് പിള്ളേരിനൊക്കെ നമ്മൾ അകത്തേക്ക് കയറ്റിട്ടോ. എന്നിട്ട് അവരുടെ തലയൊക്കെ തോർത്തി, തലയിലൊക്കെ ആകെ വെള്ളമായിരുന്നു. തല തോർത്തി കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിച്ച് നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയൊക്കെ ആയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് ഫുഡ് കൊടുത്തു. ഫുഡ് കൊടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ പിള്ളേരാണ്. ഒരു 2 മണിക്കൂർ ഇരുന്നാലാണ് ഇവരുടെ വയറ്റത്തേക്ക് എന്തെങ്കിലുമൊക്കെ എത്തുള്ളൂ. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അവരുടെ മൂഡ് അനുസരിച്ചിരിക്കും. അങ്ങനെ ഇന്നുച്ചത്തെ അംഗം ഒരു വിധത്തിൽ അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർക്കും ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെ വേഗം ഉറക്കിക്കെടുത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.